പ്രാർത്ഥന എപ്പോഴെല്ലാം നമ്മളിൽ ചുരുങ്ങുമോ, പ്രാർത്ഥന എവിടെയെല്ലാം മന്ദീഭവിക്കുമോ, അവിടെയെല്ലാം നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ സഭ, നമ്മുടെ ഭവനം, നമ്മുടെ പ്രാദേശികമായ ഇടവക സംവിധാനങ്ങൾ എല്ലാം ചുരുങ്ങും. അത് വെള്ളമില്ലാതെ വിളറുന്ന ചെടികൾ പോലെയാകും. അതിന് വെള്ളം വലിച്ചെടുക്കാൻ പറ്റാത്ത, ആരോഗ്യമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. ഇത് തന്നെയാണ് നമ്മുടെ ഭവനങ്ങളിൽ സംഭവിക്കുക. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് സമർത്ഥമായി ആറ്റുതീരത്ത് നിൽക്കുന്ന ഇടതൂർന്ന ഇലകളോടുകൂടിയ മരങ്ങൾ പോലെ വളർന്ന് പന്തലിക്കും. പ്രാർത്ഥനയില്ലാത്ത ഭവനങ്ങൾ, പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്ത ഭവനങ്ങൾ, പ്രാർത്ഥന നിശേഷം ഉൾക്കൊള്ളാതെ ജീവിക്കുന്ന കുടുംബങ്ങൾ തുച്ഛമായി താഴേക്ക് ഇറങ്ങി അത് നശിച്ചു പോകുന്നു. കാരണം ഇതിൻ്റെ എല്ലാം ആത്മാവ് പ്രാർത്ഥനയാണ്. സഭ നമുക്ക് നൽകുന്ന ഈ പ്രാർത്ഥനയുടെ ചൈതന്യം നമ്മളിലേക്ക് രൂഢമൂലമാകാൻ വേണ്ടിയാണ് ഇപ്രകാരം നമ്മളെ ചൈതന്യം ഉള്ള മക്കളായി വളരാൻ സഭ ആഗ്രഹിച്ച് ഇതൊക്കെ നൽകി നമ്മെ ബോധവൽക്കരിക്കുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, മലങ്കര കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറെ സന്തോഷിക്കുന്ന ദിവസമാണ്. ധന്യന്മാർ യോവാനോസ് തിരുമേനിയുടെ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് നടത്തുന്ന ഓരോ വർഷത്തിൻ്റെയും പ്രാധാന്യം പ്രത്യേകമായി എല്ലാ വിശ്വാസികളിലേക്കും എത്തുവാൻ വിധം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന നാളുകളിലൂടെയാണല്ലോ യാത്ര ചെയ്യുക. ഇത് സൂചിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ വർഷം വചനവർഷമായി ആചരിച്ചു. ഇന്നു മുതൽ ആരാധനാ വർഷമായി നാം ആചരിക്കുവാൻ തുടങ്ങുന്നു. പരിശുദ്ധനായ യോഹന്നാൻ സുവിശേഷകൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ 24-ാമത്തെ തിരുവചനമാണ് ആരാധനാ വർഷത്തിൻ്റെ ആപ്തവാക്യമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആത്മാവിലും സത്യത്തിലും ആണ് നാം ആരാധിക്കേണ്ടത്. ദൈവം ആത്മാവാണ്. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ നമുക്ക് ആരാധിക്കാം. നാം ഇവിടെ കൂടിയിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കാനാണ്. സഭ നിലനിൽക്കുന്നത് അതിൻ്റെ ആരാധനാക്രമ മത്സരത്തിലൂടെയാണ്. സഭയുടെ ആത്മാവാണ് ആരാധനാക്രമം. ആരാധനാക്രമത്തിലൂടെയാണ് ദൈവത്തെ അനുദിനം നമ്മൾ കണ്ടുമുട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാതിൽ. മറ്റനേക വാതിലുകൾ ദൈവത്തെ കണ്ടുമുട്ടാൻ നമുക്കുണ്ടെങ്കിലും സഭ ഔദ്യോഗികമായി നമുക്ക് നൽകുന്ന പ്രധാന കവാടമാണ് ആരാധനാക്രമം. ഈ ആരാധനാക്രമത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളോട് നമ്മൾ സഞ്ചരിക്കുമ്പോൾ അപ്രകാരം സഞ്ചരിച്ച് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് നമ്മുടെ സഭയുടെ ആത്മാവ്. സഭ നിലനിൽക്കുന്നത് ഈ ആരാധനാക്രമത്തിലൂടെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം, കർത്താവ് യേശു മിശിഹാ നമുക്ക് നൽകിയ 7 കൂദാശകൾ. തുടർന്ന് നമുക്കറിയാം മാറാനായ പെരുന്നാളുകൾ. അത് ഏതൊക്കെയാണ് എന്നൊരു പക്ഷേ ആ വാക്കുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. വളരെ വ്യക്തമായി സഭ പഠിപ്പിക്കുന്നു. കർത്താവ് യേശു മിശിഹായുടെ ജന്മപ്പെരുന്നാൾ, മാമോദീസ, രൂപാന്തരീകരണം, തുടർന്ന് ഉയർപ്പ് പെരുന്നാൾ, സ്വർഗാരോപണ പെരുന്നാൾ, പെന്തക്കോസ്ത് പെരുന്നാൾ. ഇങ്ങനെ ഏറെ പ്രധാനപ്പെട്ട സഭ തൻ്റെ ജീവൻ തുടിക്കുന്നത് ഇപ്രകാരമുള്ള കൗതാശികമായ രഹസ്യങ്ങളുടെയും മാറാനായ പെരുന്നാളുകളുടെയുമാണെന്ന് നമ്മെ പഠിപ്പിക്കുക. ഇന്നു മുതൽ തുടങ്ങിയിരിക്കുന്ന രക്ഷാകരമായ ശ്ലീബായെ നോക്കിക്കൊണ്ട് ആരംഭിക്കുന്ന ഈ ആരാധനാക്രമ മത്സരം തുടക്കം നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും അനുഗ്രഹമാകട്ടെ. നോമ്പ്, വർജന, അതുപോലെ തന്നെ പരിശുദ്ധമായ കൂദാശകളുടെ പ്രാധാന്യം, എപ്രകാരമാണ് കൂദാശകൾ നാം ഓരോരുത്തരുമായി ഇഴചേർന്ന് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഇനിയുള്ള നാളുകളിൽ നാം വ്യക്തമായി ആധികാരികമായി ആഴത്തിൽ പഠിക്കുവാൻ തുടങ്ങും. കർത്താവ് യേശു മിശിഹാ നമ്മുടെ കൂടെ ആയിരിക്കുന്നു, നമ്മോടൊപ്പം ജീവിക്കുന്നു. ആ ജീവിക്കുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും നമ്മൾ ആരാധിക്കുന്നു എന്ന് നമ്മൾ കൂടുതൽ ബോധ്യപ്പെടുവാൻ വേണ്ടിയാണ് സഭ നമുക്ക് ഇപ്രകാരം ഈ ഒരു അവസരം നൽകിയിരിക്കുക. ധന്യന്മാർ യോവാനോസ് തിരുമേനിയുടെ ഉൾക്കാഴ്ചയാണ്
ഇപ്രകാരം ഓരോ വർഷത്തിലൂടെയും സഭയിൽ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുക. ആ ദീർഘവീക്ഷണത്തിൻ്റെ ആ അന്തരാർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈ സഭയിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞും ഈ ഒരു തീഷ്ണതയിലും ഈ ഒരു ആത്മാവിൻ്റെയും സത്യത്തിൻ്റെയും ദൈവത്തെ ആരാധിക്കുന്ന ഊർജ്ജസ്വലമായ തിഷ്ഠതയുള്ള ജ്വലിക്കുന്ന വിശ്വാസഗണമായി വളർന്നു വരാൻ സഭ ഏറെ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഈ ആരാധനാക്രമ മത്സരത്തിൽ ശ്രദ്ധിക്കുക, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. ഇന്ന് പ്രഭാതത്തിലെ വചനത്തിൽ ഞാൻ സൂചിപ്പിച്ചു, അനേകർ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. അവരവരുടേതായ ദൈവങ്ങളെ കാണുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്, ആരാധന അർപ്പിക്കുന്നുണ്ട്. ഒരുപാട് വിചിത്രങ്ങളായ കാഴ്ചകൾ നമ്മൾ അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മിശിഹായെ ആരാധിക്കുന്ന വിധം എങ്ങനെയാണ്? ആ രഹസ്യങ്ങളെയാണ് ഈ വർഷം നമ്മൾ ധ്യാനിക്കുന്നതും പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും. അങ്ങനെ കർത്താവ് യേശു മിശിഹായെ നമ്മുടെ ജീവിതത്തിൻ്റെ ആഴത്തിലുള്ള ബോധ്യത്തിലൂടെ മനസ്സിലാക്കി എൻ്റെ സ്വന്തം, എൻ്റെ ദൈവം, എൻ്റെ സർവസ്വം എന്ന് തിരിച്ചറിയാനുള്ള ആ ബോധ്യവൽക്കരണം, ആ വലിയ ബോധവൽക്കരണമാണ് നമുക്ക് നൽകുക. നമുക്കറിയാം ദൈവത്തിൻ്റെ ലക്ഷണങ്ങൾ, അത് ഓരോന്നും വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്രകാരമുള്ള ഈ ദിനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുക. യാമ പ്രാർത്ഥനകൾ, നമ്മളിത് പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് പ്രഭാത നമസ്കാരം നടത്തി. അതിന് മറ്റൊരു പേരാണ് യാമ പ്രാർത്ഥന, പ്രഭാത നമസ്കാരം. യാമപ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിച്ച് തുടങ്ങി അത് 3 മണിക്കത്തെ അല്ലെങ്കിൽ 9 മണിക്കത്തെ, അങ്ങനെ ഓരോ മണിക്കൂറുകൾ പ്രധാനമായി കണ്ടുകൊണ്ട് നിരന്തരം പ്രാർത്ഥനയിൽ അലങ്കൃതമായ സഭയുടെ നിലനിൽപ്പ്. പ്രാർത്ഥനയിലാണ് സഭ വളരുന്നത്. പ്രാർത്ഥനയാണ് സഭയുടെ വളവും വെള്ളവും. പ്രാർത്ഥനയുടെ നിരന്തരമായ ഉയർച്ചയിലാണ് സഭ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥന എപ്പോഴെല്ലാം നമ്മളിൽ ചുരുങ്ങുമോ, പ്രാർത്ഥന എവിടെയെല്ലാം മന്ദീഭവിക്കുമോ, അവിടെയെല്ലാം നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ സഭ, നമ്മുടെ ഭവനം, നമ്മുടെ പ്രാദേശികമായ ഇടവക സംവിധാനങ്ങൾ എല്ലാം ചുരുങ്ങും. അത് വെള്ളമില്ലാതെ വിളറുന്ന ചെടികൾ പോലെയാകും. അതിന് വെള്ളം വലിച്ചെടുക്കാൻ പറ്റാത്ത, ആരോഗ്യമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. ഇത് തന്നെയാണ് നമ്മുടെ ഭവനങ്ങളിൽ സംഭവിക്കുക. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് സമർത്ഥമായി ആറ്റുതീരത്ത് നിൽക്കുന്ന ഇടതൂർന്ന ഇലകളോടുകൂടിയ മരങ്ങൾ പോലെ വളർന്ന് പന്തലിക്കും. പ്രാർത്ഥനയില്ലാത്ത ഭവനങ്ങൾ, പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്ത ഭവനങ്ങൾ, പ്രാർത്ഥന നിശേഷം ഉൾക്കൊള്ളാതെ ജീവിക്കുന്ന കുടുംബങ്ങൾ തുച്ഛമായി താഴേക്ക് ഇറങ്ങി അത് നശിച്ചു പോകുന്നു. കാരണം ഇതിൻ്റെ എല്ലാം ആത്മാവ് പ്രാർത്ഥനയാണ്. സഭ നമുക്ക് നൽകുന്ന ഈ പ്രാർത്ഥനയുടെ ചൈതന്യം നമ്മളിലേക്ക് രൂഢമൂലമാകാൻ വേണ്ടിയാണ് ഇപ്രകാരം നമ്മളെ ചൈതന്യം ഉള്ള മക്കളായി വളരാൻ സഭ ആഗ്രഹിച്ച് ഇതൊക്കെ നൽകി നമ്മെ ബോധവൽക്കരിക്കുന്നത്. അതുകൊണ്ട് സഭ ഔദ്യോഗികമായി തുടങ്ങിയ ഈ വർഷം രൂപതാ തലത്തിൽ, ഇടവക തലത്തിൽ, മേഖലാ തലത്തിൽ, നമ്മുടെ ഭവനങ്ങൾ, യൂണിറ്റ് തലത്തിലൊക്കെ ശക്തമായി പ്രവർത്തിക്കാൻ തക്ക വിധം ഉരുത്തിരിയുന്ന ആശയങ്ങളെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ഭവനങ്ങളിൽ ഇപ്രകാരം എല്ലാ ഭവനങ്ങളിലും സന്ധ്യാസമയത്ത് പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുമ്പോൾ ഇതിനുവേണ്ടി പ്രത്യേകമായി ക്രമീകരിച്ചിരിക്കുന്ന പ്രാർത്ഥന ചൊല്ലി തിരികൾ തെളിച്ച്, പ്രിയപ്പെട്ട കുടുംബനാഥനും നാഥയും തിരികൾ തെളിച്ച്, മക്കൾ തിരികൾ തെളിച്ച് പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ഒരു ക്രമീകരണം ഇന്നു മുതൽ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകണം. ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥനയിൽ ഇപ്രകാരം വിശുദ്ധ ഗ്രന്ഥവും ശ്രീബായും ഒരുക്കി വെച്ച് തിരികൾ വെച്ച് ആ തിരികെ തെളിക്കാൻ പ്രിയപ്പെട്ട കുടുംബനാഥനും നാഥയും ഒരുങ്ങണം. ആ തിരികെ തെളിച്ചുകൊണ്ട് വേണം കുടുംബത്തിൽ പ്രാർത്ഥന ആരംഭിക്കാൻ. അതൊരു പുതിയ ചൈതന്യമാകട്ടെ, പുതിയൊരു കാഴ്ചപ്പാടാകട്ടെ, പുതിയൊരു നാന്ദി മുറിക്കുന്ന അനുഭവമായിട്ട് നമ്മുടെ ഈ വർഷം തുടങ്ങുവാൻ സാധിക്കട്ടെ. ദൈവം അങ്ങനെ ആത്മാവിലും സത്യത്തിലും വസിക്കുന്നവനാണെന്ന് തിരിച്ചറിയാൻ വഴികൾ ഒരുക്കട്ടെ. ദൈവം അങ്ങനെ നിൻ്റെ ഭവനത്തിൻ്റെ അനുഗ്രഹമാകട്ടെ. നിൻ്റെ ഭവനം അനുഗ്രഹീതമായി തീർന്ന് എന്നും ശോഭിക്കുന്ന ശോഭയുള്ള കിരണങ്ങൾ പോലെ നിൻ്റെ ഭവനം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. ഓരോ കുടുംബത്തെയും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഇടവകയിലെ
100 കുടുംബങ്ങളെയും ഈ അൾത്താരയിൽ ഈ ത്രോണോസിൽ സമർപ്പിച്ച് നമുക്ക് ബലിയർപ്പിക്കാം. സഭയുടെ തലവനും പിതാവുമായ മാർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ തിരുമനസ്സിനോട് ചേർന്നുകൊണ്ട് എല്ലാ സഭകളെയും, പ്രത്യേകിച്ച് മലങ്കര കത്തോലിക്ക സഭയിലെ എല്ലാ പിതാക്കന്മാരോടും ചേർത്ത് എല്ലാ രൂപതകളെയും ചേർത്ത് നമ്മുടെ വൈദികരെയും സന്യാസിനികളെയും സന്യസ്തരെയും എല്ലാ പ്രേക്ഷിത പ്രവർത്തകരെയും എല്ലാ സംഘടനകളെയും നമ്മുടെ യുവതി യുവാക്കന്മാർ, കുഞ്ഞുങ്ങൾ, മുതിർന്നവർ, വാർദ്ധക്യത്തിലായിരിക്കുന്നവർ, രോഗികളായിരിക്കുന്നവർ, എല്ലാ തരത്തിലും ബുദ്ധിമുട്ടുന്ന മനസ്സോടുകൂടി ആയിരിക്കുന്നവർ, മക്കളെല്ലാം സമർപ്പിച്ച് ഈ ആരാധനക്രമ മത്സരം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ബലിയെ പൂർത്തിയാക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.